ഇലക്ട്രീഷ്യൻ ട്രേഡിന്റെ പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ തുറസായ ഒരു സ്ഥലത്ത് 240 വോട്ട് സിംഗിൾ ഫേസ് വിതരണ സംവിധാനത്തിനായി ഒരു ഓവർഹെഡ് സർവീസ് ലൈൻ പോൾ സ്ഥാപിക്കുക എന്നതാണ്. ഈ സെഷനിൽ നിങ്ങൾക്ക് ഏതു തരം പോളാണ് തിരഞ്ഞെടുക്കുന്നതെന്നും പോളിന്റെ ക്രോസ് ആം ലെങ്ത് എങ്ങനെ സ്ഥാപിക്കണമെന്നും പോൾ സ്ഥാപിക്കാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കാനും പോൾ സ്ഥാപിക്കാനായി എത്രമാത്രം കുഴിക്കണമെന്നും പഠിക്കും. Electrician toolkit and equipments required. DE double-ended spanner set 6 mm to 32 mm. Combination pliers 200 mm. Heavy-duty screwdriver 300 mm. Safety belt. Crowbar 2 meter long, 40 mm diameter. Spade. Shovel. Plumb bob with thread. Jute rope 15 meter long. Hammer ball pin 500 grams. Bamboo ladder. Draw pulley. Aligning rod. Wooden അല്ലെങ്കിൽ RCC അല്ലെങ്കിൽ അയേൺ അല്ലെങ്കിൽ ട്യൂബുലാർ പോൾ 6 മീറ്റർ ലെങ്ത് ഉള്ളത്. MS ആംഗിൾ അയൺ ക്രോസ് ആം. C ക്ലാമ്പ്. അതിന് ആവശ്യമായ സൈസ് ഉള്ളത് നോക്കിയെടുക്കുക. കൂടാതെ നട്ട്സും ബോൾസും വാഷേഴ്സും. കൺട്രി വുഡ് പ്ലാങ്ക് 2 മീറ്റർ നീളവും 30 സെന്റിമീറ്റർ വിഡ്ത്തും 5 സെന്റിമീറ്റർ തിക്നെസ് ഉള്ളതും. സിമെന്റ്, സാൻഡ്, ബ്ലൂ മെറ്റൽ ചിപ്സ് തുടങ്ങിയവ അത് പിറ്റിന്റെ സൈസിനനുസരിച്ച് എടുക്കുക. സ്റ്റേ ഇൻസുലേറ്റേഴ്സ് 2 എണ്ണം. ഡബിൾ സ്ക്രൂ സ്റ്റേ ടൈറ്റ്നർ അതും 2 എണ്ണം. CI കാസ്റ്റ് അയൺ സ്റ്റേ പ്ലേറ്റ് 2 എണ്ണം. സ്റ്റേ റോഡ് 2 എണ്ണം. സ്റ്റീൽ വയർ 16 മീറ്റർ 15 × 12 mm സൈസുള്ള MS ബോൾട്ടുകളും നട്ട്സും കൂടാതെ വാഷേഴ്സും 2 എണ്ണം വെച്ച്. ബേസ് പ്ലേറ്റ് ഫോർ പോൾ. കാസറീന പോൾ ഹൈറ്റിനനുസൃതമായിട്ട് 4 എണ്ണം. സ്യൂട്ടബിൾ സൈസിലുള്ള വുഡൻ ബോക്സ് 1 എണ്ണം. പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇതിലേക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. അതായത് ഓവർഹെഡ് പവർ ലൈൻസും പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോൾസും ടവറുകളും. ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷനിലും ഡിസ്ട്രിബ്യൂഷനിലും പ്രധാനമായും ഓവർഹെഡ് പവർ ലൈനുകൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി ലോങ് ഡിസ്റ്റൻസുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടാണ്. ഒന്നോ അതിലധികമോ ബെയർ കണ്ടക്ടറുകൾ ടവറുകൾക്കോ പോളുകൾക്കോ ഇടയിൽ സസ്പെൻഡ് ചെയ്ത് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യും. പോളുകളും ടവറുകളുമാണ് ഇതിലൂടെ കടന്നു പോകുന്ന ലൈൻ കണ്ടക്ടേഴ്സിന് സപ്പോർട്ട് കൊടുക്കുന്നത്. കൂടാതെ ലൈവ് കണ്ടക്ടറുകൾക്കും ഗ്രൗണ്ട് ലെവലും തമ്മിലുള്ള അഡീക്വേറ്റ് ക്ലിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് സഹായിക്കുന്നു. പ്രധാനമായും പോളുകളും ടവറുകളും ഉണ്ടാക്കപ്പെടുന്നത് വുഡ്, സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം കൂടെ കോൺക്രീറ്റും. വുഡൻ പോൾസ് സീസൺഡ് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് റീസണബിൾ ക്രോസ് സെക്ഷണൽ ഏരിയയിലെ ലൈൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ 50 മീറ്ററോളം നീളമുള്ള ഷോർട്ടർ സ്പാനാണ് ഇതിനുള്ളത്. വുഡൻ സപ്പോർട്ടുകൾ യൂസ് ചെയ്യുന്നതിന്റെ പ്രധാനമായ ഡ്രോബാക്ക് എന്ന് പറയുന്നത് മണ്ണിനടിയിലുള്ള ഭാഗം അഴുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 20-25 വർഷം മാത്രമേ അതിന് ആയുസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. കൂടാതെ 20 kVക്ക് മുകളിലുള്ള വോൾട്ടേജുകൾ ഇതിൽ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. കൂടാതെ മെക്കാനിക്കൽ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. അടിക്കടി ഇൻസ്പെക്ഷൻസ് ആവശ്യമാണ്. ഇനി സ്റ്റീൽ പോൾസ് കുറെ കൂടി ഡ്യൂറബിൾ ആണ്. കുറെ കാലം ഈട് നിൽക്കുകയും ലോങ്ങർ സ്പാനിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. 3 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റീൽ പോൾസ് ആണ് നമുക്കുള്ളത്. റെയിൽ പോൾ, ട്യൂബുലാർ പോൾസ് കൂടാതെ റോൾഡ് സ്റ്റീൽ ജോയിന്റ്. അതിൻ്റെ ആയുസ് നിലനിൽക്കാനായി നമ്മളതിനെ ഗാൽവനൈസ് ചെയ്യുകയോ പെയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. RCC പോൾസ് ഗ്രേറ്റർ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉള്ള റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് പോൾസിനെയാണ് നമ്മൾ RCC പോൾസ് എന്ന് പറയുന്നത്. ഇതിന് ലോങ്ങർ ലൈഫ് സ്പാൻ ഉണ്ട്. ഒരുപാട് കാലം നീണ്ടു നിൽക്കാൻ നമ്മളിത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിന് മെയിൻ്റനൻസ് വളരെ മിനിമലാണ്. കൂടാതെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് നല്ലതുമാണ്. സ്റ്റീൽ ടവർ ഉപയോഗിക്കുന്നത് ഹൈ വോൾട്ടേജിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ നടത്താനായിട്ടാണ്. ഇതിന് ഗ്രേറ്റർ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ട്, ലോങ്ങർ ലൈഫ് ഉണ്ട്. കൂടാതെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ താങ്ങാനുള്ള ശക്തിയുമുണ്ട്. എങ്ങനെയാണ് ക്രോസ് ആം പോളിൽ ഫിക്സ് ചെയ്യുന്നത്? പോളിന്റെ മുകളിലായി നമ്മൾ ക്രോസ് ആംസ് ഇൻസ്റ്റോൾ ചെയ്യുന്നു. അതായത് ഇൻസുലേറ്റേഴ്സ് ഹോൾഡ് ചെയ്യാനായിട്ടാണ്, കണ്ടക്ടേഴ്സ് ഫാസ്റ്റൻ ചെയ്യാനും. ക്രോസ് ആംസ് ഉണ്ടാക്കപ്പെടുന്നത് പ്രധാനമായും വുഡിലോ അല്ലെങ്കിൽ ആംഗിൾ അയണിലോ ആണ്. അതിനെ നമ്മൾ ഇൻസുലേറ്റർ സപ്പോർട്ട് എന്നുകൂടി വിളിക്കാറുണ്ട്. യു ഷേപ്ഡ് ക്രോസ് ആംസ് നമ്മൾ സ്പെഷ്യലി യൂസ് ചെയ്യുന്നത് 3 ഫേസ് ലൈനിലേക്കാണ്. നൗ നമുക്ക് നമ്മുടെ എക്സസൈസ് ഒന്ന് നോക്കാം. ആദ്യമേ
പോൾ സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക, അതായത് സ്പാൻ ഓഫ് ലൈനിനനുസൃതമായി. അതിനുശേഷം പോൾ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള കുഴി നമ്മൾ എടുക്കുക. മണ്ണിന്റെ ഘടനയ്ക്കനുസരിച്ചായിരിക്കും അതിന്റെ ആഴം എത്രയും നമ്മൾ തീരുമാനിക്കുന്നത്. കൂടാതെ നമ്മൾ ഫ്രോസ്റ്റ് പെനട്രേഷനും ഭൂമിയുടെ സ്ട്രക്ചറും കൂടി പരിഗണിക്കുന്നു. പോളിന്റെ 1/6 നീളമുള്ള ഒരു കുഴിയാണ് നമ്മൾ മിനിമമായിട്ട് എടുക്കേണ്ടത്. കൂടാതെ മിനിമം 3 മടങ്ങ് ഡയമീറ്റർ ഉണ്ടാവുകയും വേണം പോൾ ബോട്ടത്തിനേക്കാളും. അതിനുശേഷം ഒരു കോൺക്രീറ്റ് മിക്സ്ചർ എടുക്കുക. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2:4 എന്ന റേഷ്യോയിലാണ്. ഒരു പാർട്ട് സിമെന്റ്, 2 പാർട്ട് കോഴ്സും 4 ഭാഗങ്ങൾ 2 സെന്റിമീറ്റർ ബ്ലൂ മെറ്റൽ ചിപ്സുമാണ്. അതിനുശേഷം ഇത് നമ്മൾ പിറ്റിന്റെ ബോട്ടത്തിലേക്കിട്ട് കുറഞ്ഞതൊരു 15 സെന്റിമീറ്റർ പൊക്കുന്നു. അതിനുശേഷം 48 മണിക്കൂറോളം നമ്മൾ ആ കോൺക്രീറ്റ് ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതിനുശേഷം പിറ്റിലേക്ക് നമ്മളൊരു ബേസ് പ്ലേറ്റ് ഇറക്കി വെക്കുന്നു. പിറ്റിന്റെ പ്ലംബ് ലൈനിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് പോള് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം പോൾ നമ്മൾ വലിക്കുന്നു. അപ്പോൾ പോളിന്റെ അറ്റം പിറ്റിന്റെ ഏറ്റവും തുമ്പത്ത് വന്ന് നിൽക്കുന്നു. അതിനുശേഷം 2 വുഡൻ പ്ലാങ്കുകൾ വെർട്ടിക്കലി നമ്മൾ വെക്കുന്നു. അങ്ങനെ വരുമ്പോൾ പോളിന്റെ ഒരു ബേസിന്റെ ഫേസ് പിറ്റിന്റെ സൈഡിലേക്കായിരിക്കും ഉണ്ടാവുക. മുകളിൽ നിന്ന് 30 സെന്റിമീറ്റർ താഴെയായി ടോപ്പിലേക്ക് ക്രോസ് ആംസ് നമ്മൾ ഫിക്സ് ചെയ്യുക. കൂടാതെ നമ്മൾ ഇതിന് സി ക്ലാമ്പിന്റെ സഹായത്തോടെയാണ് നമ്മളിത് ചെയ്യുന്നത്. ക്രോസ് ആമിന്റെ തൊട്ട് താഴെയായി 2 റോപ്പുകൾ നമ്മൾ ടൈ ചെയ്യുന്നു. അതിനുശേഷം കാസറീന പോൾ മുകളിൽ നിന്നും താഴെയിൽ നിന്നും 3/1 ഹൈറ്റിന്റെ ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ വലിക്കുന്നു. കോൺക്രീറ്റ് മിക്സർ നമ്മൾ എടുക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 1:3:4, അതായത് 1 ഭാഗം സിമെന്റ്, 3 ഭാഗം സാൻഡും 4 ഭാഗം 1 സെന്റിമീറ്ററുള്ള ബ്ലൂ മെറ്റൽ ചിപ്സുമാണ്. പടിപടിയായി നമ്മൾ പോൾസ് മേലെ ലിഫ്റ്റ് ചെയ്തെടുക്കുന്നു. അത് ക്രോസാം റോപ്പിന്റെ സഹായത്തോടു കൂടിയാണ്. കൂടാതെ കാസറീന പോൾസും ഉപയോഗിക്കുന്നു. അതിനുശേഷം പിറ്റിലേക്ക് എക്സാക്ട്ലി ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ അത് നമ്മൾ സ്ഥാപിക്കുന്നു. അതിന് നമ്മൾ പ്ലം ബോബും അലൈനിങ് റോഡുമാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം കോൺക്രീറ്റ് മിക്സ്ചർ പോളിന് ചുറ്റുമുള്ള പിറ്റിലേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം പോളിന് ചുറ്റും വുഡൻ ബോക്സ് വെച്ച് അതിനുള്ളിലേക്കും കോൺക്രീറ്റ് മിക്സ്ചർ നമ്മൾ ഒഴിക്കുന്നു. അത് കുറഞ്ഞതൊരു 0.5 മീറ്ററെങ്കിലും തറനിരപ്പിൽ നിന്ന് ഉയർത്തിയാണ് ചെയ്യേണ്ടത്. 48 മണിക്കൂറോളം കോൺക്രീറ്റ് സെറ്റ് ആവാൻ നമ്മൾ കാത്തിരിക്കണം. ശേഷം വുഡൻ ബോക്സ് റിമൂവ് ചെയ്ത് കോൺക്രീറ്റ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യണം. അത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലായിട്ട് അതൊരു സ്മൂത്ത് ഫിനിഷിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം സ്റ്റേ റോഡ് നമ്മൾ ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യണം. പക്ഷേ പോളിൽ നിന്ന് ദൂരെ ആയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. കാരണം സ്റ്റേ വയറിന് കുറഞ്ഞതൊരു 45 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെ ആംഗിളും ഉണ്ടാവണം. ആവശ്യത്തിന് ലെങ്ത് മനസ്സിലാക്കി സ്റ്റേ വയർ നമ്മൾ 2 കഷണമാക്കുന്നു. അതിനുശേഷം ഓരോ എൻഡും നമ്മൾ സ്ട്രെയിൻ ഇൻസുലേറ്ററിലേക്ക് ഫിക്സ് ചെയ്യുന്നു. മറ്റേ അറ്റം നമ്മൾ സ്റ്റേ റോഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു തിമ്പിൾ ഉപയോഗിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. സ്റ്റേ ടൈറ്റ്നർ നട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് അത് ടൈറ്റൻ ചെയ്യുന്നു. സ്റ്റേ വയർ വളരെ സ്റ്റഡിയായി നിൽക്കുന്നത് വരെ നമ്മളിത് തുടരുന്നു. നമ്മളിത് ചെയ്യുമ്പോൾ വളരെയധികം കെയറും സേഫ്റ്റി പ്രിക്കോഷൻസും എടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഏതു തരം പോളാണ് തിരഞ്ഞെടുക്കുന്നതെന്നും പോളിന്റെ ക്രോസാം എങ്ങനെ സ്ഥാപിക്കണമെന്നും പോൾ സ്ഥാപിക്കാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കാനും പോൾ സ്ഥാപിക്കാനായി എത്രമാത്രം കുഴിക്കണമെന്നും പഠിച്ചു കഴിഞ്ഞു. ഈ സെഷനിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ പുതിയ അറിവുകളുമായി വീണ്ടും കാണാം. നന്ദി.